ഇവിടെ ഒരു വൃദ്ധനിരുന്ന് ഒരു ബെദുവിയൻ സംഗീതോപകരണം വായിച്ച് പാടുന്നുണ്ട്. തീരെ ദുർബലമായ ഒരു സംഗീതം. അറബി സംഗീതത്തിലെ റബാബ് എന്ന ഉപകരണത്തിന്റെ ആദിരൂപമാണിത്. ടൂർ ഗൈഡുകൾ കൂടെയുള്ളവർക്ക് ഉപകരണത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കലാകാരന്റെ ഇരിപ്പും നോട്ടവുമൊക്കെ ദൈന്യത ഉണർത്തുന്നു. അപ്പൂപ്പന്റെ മുഖത്തും സംഗീതത്തിലും ആകെ ഒരു ശോകഭാവമാണ്. ഇദ്ദേഹത്തിന്റെ ഉപജീവനമാർഗമാണ് ഈ പാട്ട്. ടൂറിസ്റ്റുകൾ ഏതാനും ദിനാർ അപ്പൂപ്പന് നൽകുന്നുണ്ട്. പിന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു പാട്ടുപാടി. ഞാനത് കുറച്ചുനേരം കേട്ടുനിന്നു. ഞാനും നൽകി ഒരു ദിനാർ. അപ്പൂപ്പന്റെ അരികിൽ നിന്നും നടത്തം തുടരുമ്പോൾ മലകളിലെ പല പല നിർമ്മിതികൾ കണ്ടുനിൽക്കുന്ന സഞ്ചാരികളെ കാണാം. പലയിടത്തും പ്രകൃതി തന്നെ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ. മലകൾക്കിടയിലെ വഴികളിലൂടെ ആളുകൾ പോകുന്നു. ഈ വിള്ളലിന് 1 കിലോമീറ്ററോളം നീളം വരും. സജീവമായിരുന്ന കാലത്ത് പല വർത്തക സംഘങ്ങളുടെ 500 ഒട്ടകങ്ങൾ വരെ പല രാത്രികളിൽ ഇവിടെ തങ്ങിയിരുന്നെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്.